ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ പ്രധാനമായ ഒരു വിഷയം എന്നെ കേൾക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കളോടും കൂടെ ഷെയർ ചെയ്യുവാനാണ് ഇപ്പോൾ ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഉച്ച സമയത്ത് കുമ്മനാട് താമസിച്ചു വരുന്ന പെന്തക്കോസ്ത് സഭാ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ കുമ്മനാട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അദ്ദേഹത്തിന്റെ ടൈം ലൈനിൽ വന്നിട്ട് ഒരു ലൈവായിട്ട് പറഞ്ഞു. വളരെ ഷോർട്ടായ ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ ഈ കാലഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായിരുന്ന ഒരു സംഭവം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആ വിഷയം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ അനുഭവത്തിലുണ്ടായ 4 സംഭവങ്ങളാണ് വളരെ ചുരുക്കമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വേർപെട്ട ദൈവജനത്തിന്റെ മധ്യത്തിൽ പെന്തക്കോസ്തുകാരും വേർപാടുകാരും സാധാരണയായി ആരെങ്കിലും ഒരു പ്രത്യേക ആവശ്യകത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസ്സലിവ് ഒക്കെ അങ്ങനെയുള്ള ആളുകളോട് കാണിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായ പരാധീനതയോ രോഗമോ അല്ലെങ്കിൽ മറ്റ് അടിയന്തര പ്രാധാന്യമുള്ള ഏതെങ്കിലും വിഷയമോ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മനസ്സറിഞ്ഞ് ഏതെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ഈ ആത്മീയതയുടെ കപടമുഖത്ത് വളരെ ഗുരുതരമായ നിലയിൽ നമ്മെ ചതിക്കുന്ന അല്ലെങ്കിൽ വഞ്ചിക്കുന്ന വഞ്ചകന്മാരായ ചില ആളുകൾ ആത്മീയതയുടെ ചട്ടയിട്ട് ഈ ആത്മീയ ലോകത്ത് ഉണ്ട് എന്നുള്ളത് അനുഭവത്തിലൂടെ പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ജോൺസൺ കുമ്മനാട് സംസാരിക്കുമ്പോൾ അദ്ദേഹം കൊല്ലത്തിന് സമീപം കുണ്ടറയുള്ള ഒരു സ്നേഹിതൻ അദ്ദേഹത്തെ വിളിച്ച് തനിക്ക് ആൻഡമാൻസ് നിക്കോബർ ദ്വീപ് സമൂഹത്തിൽ ഒരു ജോലിക്കായി താൻ കഴിഞ്ഞ അനേക നാളുകളായി പ്രാർത്ഥിച്ചിരുന്നുവെന്നും തനിക്ക് ആ ജോലി ലഭിച്ചുവെന്നും അദ്ദേഹത്തിന് ആ ജോലിക്ക് വേണ്ടി ചെന്നൈയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തോട് സംസാരിച്ച ആ ദിവസം തന്നെ 4 മണിക്കാണ് ചെന്നൈക്ക് അദ്ദേഹം ട്രെയിൻ കയറേണ്ടത്. അതുകൊണ്ട് ആ ട്രെയിനുള്ള അവിടെ ചെന്നൈ ചെന്നാൽ 3 ദിവസം അവരുടെ ഇദ്ദേഹത്തിന്റെ ഈ നല്ല ഒരു സ്നേഹിതൻ എന്ന നിലയിൽ, നല്ലൊരു എംപ്ലോയി എന്ന നിലയിൽ അതിന്റെ ഈ കമ്പനി ജോലി നൽകുന്ന കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈയിലാണ്. അവർ 3 ദിവസത്തെ അക്കോമഡേഷൻ ഫ്രീ ആയി കൊടുക്കുമെന്നും ചെന്നൈയിൽ എത്തിച്ചേരാനുള്ള വണ്ടിക്കൂലിയില്ല, അതിന് അല്പം പൈസ വേണമെന്നും പറഞ്ഞ് അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം അതിനുള്ള ക്രമീകരണം ചെയ്യുകയും ചെയ്ത ശേഷം ഉണ്ടായ തിക്തഫലമാണ് ഇന്ന് ഇദ്ദേഹം ലൈവിൽ വന്ന് പറഞ്ഞത്. ഏതാണ്ട് 6 മാസം മുമ്പ് ഇതേ കക്ഷി ഞാനൊരു പരസ്യ പ്രവർത്തനത്തിനായിട്ട് അങ്ങ് ഹൈറേഞ്ചിൽ കട്ടപ്പന ഭാഗത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരാള് എന്നെ വിളിച്ചു. ബ്ലൂടൂത്തിലായിരുന്നുകൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഞാൻ ചോദിച്ചാരാ സാറ് ചോദിച്ചു, സാറ് എന്നെ അറിയില്ലേ? ഞാൻ പറഞ്ഞറിയില്ല. ഞാൻ സാറിനോട് കുറെ മാസങ്ങൾക്ക് മുമ്പ് ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞിരുന്നല്ലോ. ഞാൻ ചോദിച്ചു എന്താ പേര്? അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു സാറിന് ഓർമ്മയില്ലാത്തതായതുകൊണ്ട് ഞാൻ സാറിനെ ഇവിടെ സംസാരിച്ചു. അന്ന് സാറ് യാത്രയിലായതുകൊണ്ട് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്തല്ലോ. ഞാൻ ഒരു ജോലിക്ക് വേണ്ടി, എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് സാറിനോട് പറഞ്ഞിരുന്നു. സാറ് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഒരു നന്ദി പറയാനാണ് വിളിച്ചത്. എനിക്ക് ആൻഡമാൻസിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ജോലിക്ക് വേണ്ടി ഇന്ന് 4 മണിക്ക് ഉള്ള ട്രെയിനിൽ ചെന്നൈയിലേക്ക് പോവുകയാണ്. ജോൺസൺ കുമ്മനാട് പറഞ്ഞ അതേ ഭാഷയിൽ തന്നെ എന്നോട് പറഞ്ഞു. 6 മാസം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ചെന്നൈ ചെന്നാൽ 3 ദിവസം അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ എനിക്ക് താമസിക്കാൻ സൗകര്യം തന്നിട്ടുണ്ട്. എന്റെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഞാൻ പറഞ്ഞനുസരിച്ച് സൗജന്യമായ അക്കോമഡേഷനാണ്. 3 ദിവസം കഴിഞ്ഞ് പേപ്പേഴ്സ് എല്ലാം അവിടെ ക്ലിയർ ചെയ്ത് എന്നെ ഫ്ലൈറ്റിൽ അങ്ങ് ആൻഡമാൻസ് നിക്കോബറിലേക്ക് വിടും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് നിങ്ങൾ അങ്ങനെ ആൾ എന്നെ വിളിച്ചതായിട്ട് യാതൊരു ഓർമ്മ എനിക്കില്ല. ഇല്ല സാറേ, അത് സാറിന്റെ ഓർമ്മപ്പെടുക, സാറിനെ പല്ലല്ലേ വിളിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വിളിച്ചതാണ്, സാറ് മറന്നുപോയതാ. ഏതായാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഞാൻ ഒരു യാക്കോബ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എന്റെ വീടിനോട് ബന്ധപ്പെട്ടയാൾ. എനിക്ക് മാതാപിതാക്കളൊന്നുമില്ല. എന്റെ പേരപ്പന്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. അദ്ദേഹം ഓർത്തഡോക്സുകാരനാണ്. എന്നാൽ ഞാൻ ഈ വേർപാട് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, താങ്കൾ ഏതെങ്കിലും ഒരു സഭയോ പ്രാദേശിക സഭയിൽ ബെർദനിലോ പെന്തക്കോസ്തിലോ എവിടെയെങ്കിലും പോകുന്നില്ല? ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. കാര്യം വീട്ടുകാരിൽ പല ആൾക്കാരുള്ളവർക്ക് എതിർപ്പുള്ളത് കൊണ്ട്
ഞാൻ അങ്ങനെ നിൽക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ ശേഷം ഇദ്ദേഹം പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ ഫോൺ താത്തു എങ്ങനെ പറഞ്ഞു, സാറേ ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ സമയം 2 മണി, എത്ര മണിക്കാണ് ട്രെയിന്? 4:00-ക്കാണ്. അപ്പോൾ 4:00-ക്ക് ട്രെയിന് എനിക്ക് ചെന്നൈക്ക് പോകണം, അതിനുള്ള ട്രെയിൻ കൂലി എൻ്റെ കയ്യിലില്ല. അപ്പൊ ആ പൈസ ഒന്ന് ശരിയായി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് യാത്ര ചെയ്യാമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പെട്ടെന്ന് 2-3 ചതിവുകൾ മുമ്പ് പറ്റിയിട്ടുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ചെന്നൈയിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ആൻഡമാൻ നിക്കോബാർ ദ്വീപില് ഒരു ജോലി തയ്യാറായിരിക്കുകയാണല്ലോ, നിങ്ങളുടെ കമ്പനിയാണ് കൊണ്ടുപോകുന്നതും, നിങ്ങള് ഇപ്പോഴേ ഈ പോകുന്ന ഈ സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ചെന്നൈയിലേക്ക് പോകാൻ എത്ര രൂപ വേണ്ടി? അപ്പൊ പറഞ്ഞു ട്രെയിനിലേക്കുള്ള ഇത്ര രൂപ മതി, എന്നാൽ 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ അക്കോമഡേഷൻ ഇവിടെ തരും, എന്നാൽ ഭക്ഷണത്തിനുള്ള പൈസ വേണം, എല്ലാം കൂടി 12,000 രൂപ ഉണ്ടായാൽ വളരെ ഉപകാരം, എനിക്ക് വേണ്ടി സാറ് പ്രാർത്ഥിച്ച ആളാണല്ലോ എന്ന് പറഞ്ഞു. വളരെ വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നി. എങ്കിലും മുൻപ് ചില ചതിവുകൾ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അയൽബന്ധങ്ങളൊന്നുമില്ലേ, കൂട്ടുകാരും സ്നേഹിതരുമാരുമില്ലേ, ചെന്നൈ വരെ പോകാനുള്ള വണ്ടിക്കൂലിക്കുള്ള പൈസ പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുന്ന എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഈ 2 മണിക്കൂറിൽ നിങ്ങൾക്ക് തരുന്നതിനേക്കാൾ നല്ലത് ആരോടെങ്കിലും വാങ്ങിച്ചാൽ അതങ്ങ് റീഫണ്ട് ചെയ്താൽ പോരെ? എനിക്ക് അങ്ങനെ യാതൊരു ബന്ധങ്ങളുമില്ല സാറേ, ആരും അങ്ങനെ സഹായിക്കുകയില്ല, ഞാൻ പറഞ്ഞാൽ ആരും അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഇത് ഒരു ശരിയായ നീക്കമല്ലെന്ന് എനിക്ക് ദൈവാത്മാവിൽ തോന്നി. കാരണം എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു തൽക്കാലം ഒരു സാമ്പത്തികമായ സഹായം എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു സാവകാശം എനിക്കില്ല. ഏതായാലും നിങ്ങൾക്കൊരു ജോലി കിട്ടിയല്ലോ, നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ നിങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ടെന്നോ ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ആ കാര്യത്തെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അത് താത്തുവെച്ചു. ഞാൻ താത്തുവെച്ചിട്ട് ഏതായാലും അദ്ദേഹം അങ്ങ് പോയ ശേഷം ഒരു 3 ആഴ്ച മുമ്പ്, ഒരു 4 ആഴ്ച, ഒരു മാസം മുമ്പ് ഇതേ കക്ഷി വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ അന്ന് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു, സാറിന് ജോലിക്ക് വേണ്ടി എനിക്ക് ആ ജോലി ശരിയായിട്ടുണ്ട്. പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വന്നു ഈ ആളെന്നെ വിളിച്ച 6-7 മാസം മുമ്പ്. ഞാൻ ചോദിച്ചു നിങ്ങളെന്നെ വിളിച്ചിട്ട് അന്നത്തെ ദിവസം 4:30 ട്രെയിന് പോവുകയാണെന്നാണല്ലോ പറഞ്ഞത്. അത് സാറേ അവിടെ ചില പേപ്പർ വർക്കുകളും ഏതെങ്കിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഡിലേ ആയി, എനിക്ക് ഇപ്പോഴാണ് പോകാനായിട്ടുള്ള സാവകാശം ഉണ്ടായത്. പിന്നെ ഞാൻ ചോദിച്ചു എന്താ പഠിച്ചത്? BCAക്ക് പഠിച്ച ആളാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് പോവുകയാണ്, അപ്പം അല്ല ആ കാര്യം സാറിനോടൊരു നന്ദിയോടെ സാറ് പ്രാർത്ഥിച്ചാണല്ലേ പറയാൻ വേണ്ടി ഞാൻ വിളിച്ചാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അടുത്ത സെന്റൻസ് പറയുന്നതിന് മുമ്പേ വിഷയം മനസ്സിലായി. ഞാൻ ഫോണ് താത്തു വെച്ചു. ആ കക്ഷിയാണ് ഇന്നലെ ഈ ജോൺസൺ കുമ്പരാൻ എന്ന് പറയുന്ന പാസ്റ്റർ വിളിച്ചത്. എന്നോട് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇന്ന് അതേ ലൈവ് വന്നപ്പോൾ പല സുവിശേഷകന്മാരും ഇയാൾ വിളിച്ചായിട്ട് ഇതേ വിഷയം തന്നെ പറഞ്ഞ് ഇതേ കഥ തന്നെ അവതരിപ്പിച്ച് പണം ചോദിച്ചായിട്ട് അദ്ദേഹം പറയുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കുന്നുണ്ട്. ജോൺസൺ കുമ്പനാട് തന്നെ ഒരു സ്നേഹിതൻ മുഖാന്തരമായി ഇദ്ദേഹത്തിന്റെ വണ്ടിക്കൂലിക്കുള്ള പൈസയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്ത അയച്ച സമയത്ത് വിളിച്ച സമയത്ത് അത് അദ്ദേഹം നിഷേധിക്കുന്നതും പിന്നെ അത് വേറെ തിരിച്ചിട്ട് മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്കുള്ള ഒരു ബ്ലെയിം ഇദ്ദേഹത്തിന്റെ മേൽ ചുമത്താൻ ശ്രമിക്കുന്നതായിട്ടും ഒരു ഓഡിയോ അദ്ദേഹത്തിൻ്റെത് എന്ന പേരിൽ ഇദ്ദേഹം കേൾപ്പിച്ച് ഞാൻ കേട്ടു. ഇത് ചതിവിന്റെ ഒരു പാഠമാണ്. 1997 ഞാൻ ആകെപ്പാടെ ഒരു പ്രാവശ്യമേ സ്റ്റേറ്റ്സിൽ പോയിട്ടുള്ളൂ. പണ്ട് ഇന്നും ആരെങ്കിലും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ ഇതുപോലെ എന്തെങ്കിലും അനിവാര്യമായ ആവശ്യം പറഞ്ഞാൽ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നൊരു സ്വഭാവം എനിക്ക് ബാല്യം മുതലേ ഉണ്ട്. സ്കൂളിൽ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെ വരുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ട് പൊതിച്ചോറിന്റെ പകുതി നേരെ ഞാൻ വേറൊരാൾക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കൊടുത്തിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ട്. ഇതെന്റെ അമ്മ എന്നെ പഠിപ്പിച്ചൊരു പാഠമാണ്. ഏതായാലും ഞാൻ പോയി വന്നു. എന്റെ ചെറുതായിട്ട് വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വസ്തു ഞാൻ വാങ്ങിയ ഉടമസ്ഥന്റെ വീട്ടിൽ ഒരു പാസ്റ്റർ വന്നു. ആ പാസ്റ്റർ തന്നെത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹം ഷാരുവിന്റെ ഒരു പ്രവർത്തകനാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഏതായാലും ആ വീട്ടിലെ അമ്മച്ചി എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു പാസ്റ്റർ അങ്ങോട്ട് വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഹാർട്ടിന് സംബന്ധമായ അസുഖമുള്ള ആളാണ്, അതുകൊണ്ട് ശ്രീചിത്രായിൽ ഒരു വലിയ ഓപ്പറേഷന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ടൈറ്റസ് കാര്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സ്റ്റേറ്റ്സിൽ പോയിട്ട് വന്നതാണ്. 1997 ഇന്ന് പോയാലും വെച്ച പൈസ നന്നായിട്ട് കിട്ടും. അന്ന് അത്രയിൽ ആകെപ്പാടെ 11 സഭകളോ 12 സഭകളോ ഞാൻ ആ പോകുന്ന സമയത്ത് അന്ന് അവിടെ ഉള്ളൂ. ഇന്ന് 100 പേരെ ഉണ്ടെന്നാണ് അറിയുന്നത്, എനിക്കറിയാൻ വയ്യ. ഏതായാലും സഹോദരന്മാർ തന്ന തുച്ഛമായ ഒരു സാമ്പത്തിക നന്മ അനുഭവിച്ച സന്തോഷമായി ഞാൻ നാട്ടിൽ വന്നു. എൻ്റെ ഒരു വീടും പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട് താമസിക്കാനുള്ള പണിതുകൊണ്ടിരിക്കുന്നു.
ഇദ്ദേഹം എന്നോട് പറഞ്ഞു, വന്നപ്പോൾ തന്നെ ഒരു 100 വർഷത്തെ പരിചയം എന്നോടുള്ളതുപോലുള്ള സ്നേഹത്തിലും സന്തോഷത്തിലും ഇദ്ദേഹം എന്നോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ കാലത്ത് ഒരാൾക്ക് സാധാരണ നിലയിൽ ഇതുപോലെ ആവശ്യം വന്നാൽ കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ അല്പം മെച്ചമായ പൈസ അദ്ദേഹത്തിന് കൊടുത്തിട്ട് വിളിച്ചു പറയല്ല. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 2 വാൽവുകളും ഹൃദയത്തിൻ്റെത് അനർത്ഥമായിരിക്കുകയാണ്. അത് 2 റീപ്ലേസ് ചെയ്യണം. അത് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ കോളേജിലാണ് ചെയ്യുന്നത്. അതൊരു 2 ആഴ്ചയ്ക്കുള്ളിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് നടക്കും എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെയും കൊണ്ടാകുന്ന ഒരു നല്ല എമൗണ്ട് വീടിന്റെ പണി നടക്കുകയാണെങ്കിൽ തന്നെയും ഞാൻ കൊടുക്കും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് ഏതായാലും ഒരു 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ അദ്ദേഹത്തിന്റെ യാതൊരു അറിവും എനിക്കില്ല. ഞാൻ അതിന് മുമ്പേ അദ്ദേഹത്തെ കണ്ടുമില്ല. അദ്ദേഹം ഒരു ദിവസം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഒരു കറുത്ത പാൻസും നല്ല വെള്ള ഷർട്ട്, ഫുൾ സ്കാർഫ് ഷർട്ടും ഒക്കെ ഇട്ട് സാരിയൊക്കെ എടുത്ത് വൃത്തിയായി ഒരു ഭാര്യയും 2 പെൺമക്കളുമായിട്ട് എന്റെ വീട്ടിൽ വന്നു. അന്നും അദ്ദേഹം വളരെ പരിചയസമ്പന്നനായ ഒരാളെ പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പൊ എന്റെ വീട് അതിന്റെ കംപ്ലീഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഞാൻ സൈറ്റിൽ പോകും. ജോലിക്കാരോട് ഞാൻ തന്നെ നിന്ന് ജോലി ചെയ്യും. ഒരാൾ ചെയ്യുന്ന 2 പേർ ചെയ്യുന്ന ജോലി ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം എന്റെ അടുത്ത് വന്നു. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ സാറിനെ ഒരു പ്രാവശ്യം കാണാൻ വന്നതാണ്. ഞാൻ ചിന്താ വിഷയം. അന്ന് സാറ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വൈഫിന് വേണ്ടി ഞാൻ ചോദിച്ചു, ഇതാരാ? എന്റെ ഭാര്യയാണ്. ഞാൻ ചോദിച്ചു, അവരുടെ ഓപ്പറേഷൻ കഴിഞ്ഞോ? ഇപ്പം 3-4 മാസം ആയല്ലോ. ഇല്ല സാറേ, ഓപ്പറേഷൻ കഴിഞ്ഞില്ല. അപ്പോ ഞാൻ എന്താ കാര്യം? ഇതിനിടയ്ക്ക് ഇദ്ദേഹം എന്നോടൊരു സത്യം പറഞ്ഞിരുന്നു. അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഹൃദയ ശസ്ത്രക്രിയക്ക് ഇത്ര രൂപ അവിടെ കെട്ടിവെക്കണം. ഏതാ ശ്രീജിത്തിനായി. ഇദ്ദേഹം വാസ്തവത്തില് BPL സ്റ്റാറ്റസിൽപ്പെട്ട ആളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ഇൻസെന്റീവും സർക്കാർ ഭാഗത്തുനിന്ന് അവിടെ കിട്ടും. തുക കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നമ്മൾ അങ്ങനെ നമ്മുടെ റേഷൻ കാർഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്നാ കാശ് കുറെ കൊടുക്കേണ്ടായി വരും. പോകാൻ ഇടയായിരിക്കട്ടെ. ഏതായാലും ഏജെന്ന് പറഞ്ഞു, ഈ ശസ്ത്രക്രിയ സത്യസായി ബാബയുടെ ആന്ധ്രയിലുള്ള മെഡിക്കൽ കോളേജിൽ സൗജന്യമായി ചെയ്യാവുന്ന അവരറിയിച്ചാണ് ഞങ്ങളവിടെ പോയതുമാണ്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു പാസ്റ്ററാണ്, വേദോസ്തം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആളാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഭജനയിലും പ്രാർത്ഥനയിലും ഒക്കെ ഞങ്ങൾ അത് സംബന്ധിക്കുന്നവർ മാത്രമാണ് അവരങ്ങനെ ശസ്ത്രക്രിയയൊക്കെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എന്റെ വിശ്വാസം ആ നിലയിൽ ഉപേക്ഷിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആണ് ഞങ്ങൾ അവിടെ പോകാതെ ശ്രീചിത്രയിൽ പോകുന്നതിനോട് പറഞ്ഞു. അത് ഞാൻ കൂടുതൽ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചാണ് ഞാൻ അദ്ദേഹത്തിന് ആ 97 അന്ന് ഒരുവിധം മാന്യമായ ഒരു എമൗണ്ട് കൊടുത്തത്. അപ്പൊ ഞാൻ തന്നെ വിശ്വാസം ജീവിക്കുന്നവനാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഞാൻ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അത് കൊടുത്തു. ഇത് കാര്യം വിശ്വാസം തള്ളി പറഞ്ഞ് അദ്ദേഹം പോകാൻ മനസ്സില്ലാതെ ഇതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ആവശ്യവുമായിട്ട് വന്നത് എന്ന് വെച്ചാണ് ചെയ്തത്. അപ്പൊ ഈ 4 മാസം കഴിഞ്ഞ് വരുമ്പോൾ എന്റെ ഭാര്യ 6 മേജർ സർജറി ചെയ്തയാളാ. 30 വർഷമായി അവർ ഡയബറ്റീസ്, കൊളസ്ട്രോള്, BP ഇങ്ങനെ 600,000 പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു 18 ടാബ്ലറ്റും 2 നേരത്തെ ഇൻസുലിനും 3 നേരത്തെ ഇൻസുലിനായിരുന്നു. അതിപ്പോ 2 നേരമായിട്ട് കുറച്ചിട്ടുണ്ട്. അതെടുക്കുന്നയാളാണ്. ഞാനും ഈ പറയപ്പെട്ട എല്ലാ രോഗങ്ങളും ഉള്ളയാളാണ്. അപ്പൊ അത് നിങ്ങൾ പല ആൾക്കാർക്കും അറിയാം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ഭാര്യയേക്കാൾ ആരോഗ്യവതിയായ ഒരു സ്ത്രീയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. നല്ല ചുറുചുറുക്കോടെ അവർ വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് സംസാരിച്ച് സന്തോഷത്തോടെ ഇരുന്നു. അപ്പൊ ഇതിനെ ചോദിച്ചാൽ ഞാൻ ആദ്യം കൊടുത്ത ആ ഗിഫ്റ്റ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതിൽ വളരെ വലുതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം 4 മാസം കഴിഞ്ഞ് വരികയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സർജറി എല്ലാം കഴിഞ്ഞോ? ഇല്ല സാറേ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അത് ഞങ്ങള് ശ്രീചിത്രയിൽ ചെന്നപ്പോ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു പ്രത്യേക ഉപകരണം ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ട് ചെയ്തിവിടെ വരാൻ 1.5 വർഷം എടുക്കും. അതിനുശേഷമേ ഈ സർജറി ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയുടെ ഹാർട്ടിന്റെ 2 വാൽവുകൾക്കല്ലേ പ്രമാദമായ പ്രശ്നമുള്ളത്? തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ കോളേജിലെ ഏത് ഡോക്ടറാണ് ഇങ്ങനെ ഇത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ഒരു ഇൻസ്ട്രുമെന്റ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതോടെ വരാൻ 1.5 വർഷം എടുക്കും, അതിനുശേഷമേ ചെയ്യുള്ളൂ. ആ ഡോക്ടറുടെ പേരോ റെഫറൻസോ ഒന്ന് പറയാമെന്ന് ചോദിച്ചു. ഒരു 3-4 മിനിറ്റ് നിന്നൊന്ന് പതുങ്ങിയ ശേഷം അവിടുത്തെ സ്ഥലം വിട്ടു. ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി മേലിൽ ഇതുപോലത്തെ ചതിവുമായി എന്റെ അടുക്കൽ വരരുത് എന്ന് പറഞ്ഞു. ഇത് 2ാമത്തെ ഇൻസിഡന്റ്. ഇനി 3ാമത് വേറൊരു ഇൻസിഡന്റ്. എന്റെ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ് ഞാൻ അതിനകത്ത് താമസമായി കഴിഞ്ഞ് ഞാൻ കയറി താമസിച്ചിട്ട് ഉടൻ തന്നെ ഞാൻ ദുബൈയിലേക്ക് പോയി. അവിടെ ദുബൈയിലുള്ള സഭ എന്നെ ശുശ്രൂഷിക്കായിട്ട് കൊണ്ടുപോയി. 99-ലാണ്, 99-ലാണ്. അങ്ങനെ ഞാൻ അവിടെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി വന്നു.
ഏകദേശം 5 മാസത്തോളം ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രിപ്പിൽ അവിടെ ഉണ്ടായിരുന്നു, UAE ഉണ്ടായിരുന്നു. വളരെ സന്തോഷകരമായ ശുശ്രൂഷയായിരുന്നു. സഹോദരന്മാരൊക്കെ എന്നോട് വളരെ മാന്യമായ നിലയിൽ ഇടപെട്ടു. എനിക്ക് നിരന്തരമായ പ്രോഗ്രാമും ക്ലാസ്സുകളും ഇടതടവില്ലാതെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അംബാസഡർ കാറിൽ നല്ല ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു 65 ഇഞ്ച് വണ്ണം ഉള്ള ഒരു തടിയുടെ വലിപ്പമുള്ള ചെസ്റ്റ് വിരിവും നല്ല ആരോഗ്യമുള്ള ഒരു നല്ല ഗുണ്ട് പോലെ ഒരു മനുഷ്യനും അദ്ദേഹത്തെ പോലെ വേറെ മനുഷ്യനും വേറെ ഒരാളും 3 പേരുണ്ട്, ഒരു ഡ്രൈവറും ഉണ്ട്. ഈ അംബാസഡർ കാർ വന്നിട്ട് ഞാനത് തടിയൂരാണ് താമസിക്കുന്നത്. തടിയൂരിൽ നിന്ന് വാഴക്കുഴിക്ക് പോകുന്ന ചന്തയിൽ നിന്ന് നേരെ കിടക്കുന്ന വഴിയെ അങ്ങോട്ട് പോയ 4ാമത്തെ വീടാണ് എൻ്റെ റൈറ്റ് സൈഡിൽ വീട്. ഇപ്പോൾ ആ വീട് ഞാൻ വിറ്റിച്ച് പൊതു 2 സ്റ്റോറി ബിൽഡിംഗ് ആണ്, നല്ല ബിൽഡിംഗ് ആണ്. അപ്പോൾ ഞാൻ അവിടെ ഇതെല്ലാം ഞാൻ എൻ്റെ ഹോളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാർ വന്നിട്ട് ഇതിന്റെ പടിക്ക് നിൽക്കുമ്പോൾ എന്റെ റോഡുമായിട്ട് വളരെ അഡ്ജസ്റ്റന്റ് ആണ് എൻ്റെ വീട്. അപ്പൊ ഈ പടിക്ക് നിൽക്കുമ്പോൾ ഈ അകത്തിരിക്കുന്ന പുള്ളി പറയുന്നു, വാതൊക്കെ നിർത്തണ്ട, അങ്ങോട്ട് മാറ്റി നിർത്താമെന്ന് പറയും. അത് ഞാൻ കേട്ടു. അപ്പൊ അത് എന്റെ വീടിന്റെ അവിടുന്ന് കുറച്ച് താഴോട്ട് മാറി ഒരു വിജനമായിരിക്കുന്ന ഒരു ഭൂമി കിടപ്പുണ്ട് റൈറ്റ് സൈഡില്. അതിന്റെ സമീപമുള്ള കാടിന്റെ സൈഡിൽ ഈ അംബാസഡർ കാർ നിർത്തിയ ശേഷം ഈ ദൃഢഗാത്രരായ 2 ആളുകൾ, അതിൽ ഒരുത്തന്റെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്. ഈ ഡയറി ആയിട്ട് ഇത് 2 പേരുടെ കയറി വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് വളരെ പരിചയം. ഞാൻ അവരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. വളരെ പരിചയമായിട്ട് ചോദിച്ചു, സാർ എന്നാ ഗൾഫിൽ നിന്ന് വന്നേ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരാഴ്ചയായി. അറിഞ്ഞായിരുന്നു, ഞാൻ എരവേലി ചെന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞായിരുന്നു. ഇന്നടത്തെ അപ്പച്ചൻ പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, സാറിനെ അത്യാവശ്യമായിട്ടൊന്ന് വന്ന് കാണണം. അപ്പൊ ഒരു അപ്പച്ചന്റെ പേര് എന്ന് പറഞ്ഞു ശങ്കരമംഗലത്തെ ഒരു പിതാവാണ്. തടിയൂര് ബംഗ്ലാവിലെ കുള്ള സാറിന്റെ ഇളയ സഹോദരനാണ്. അപ്പൊ അദ്ദേഹം ഞാനുമായിട്ടൊക്കെ ഒരു നല്ല സ്നേഹബന്ധമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് അല്പം കൂടെ വിശ്വാസ്യത വർദ്ധിച്ചു. അപ്പൊ എന്റെ അടുക്കൽ നിന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് അവരെ വന്നു. അപ്പൊ ഏതായാലും കയറി ഇരുന്നാട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ കയറിയിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ ഇളയ മകളുടെ വിവാഹമാണ്. ഞാൻ ചോദിച്ചാൽ അത് എവിടെയാണ്? അത് മുണ്ടക്കയത്തിന് സമീപം പുഞ്ചവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വിവാഹം കഴിക്കുന്നത്. ഞാൻ ചോദിച്ചു, പുഞ്ചവയലിൽ ആരും അവിടെ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു ശുശ്രൂഷനായിരുന്നൊരു പോൾ സോവനുണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിച്ച് കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ആ പോൾ സോവനെ അറിയാൻ വയ്യ. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ പുഞ്ചവയലിലെ IPC ചർച്ചുണ്ട്, അവിടുത്തെ പാസ്റ്റർ അവിടെ അല്ല, ഒരു സ്വതന്ത്ര സഭയാണ് എന്ന് പറഞ്ഞു. ശരി. ഞാൻ ചോദിച്ചു, ബോയ് എന്ത് ചെയ്യുന്നു? ആ ബോയ് സുവിശേഷപരമായ കാര്യങ്ങളും മറ്റ് ചില ജോലികളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ വിവാഹം കഴിക്കുന്നത്? അത് ഈ വ്യാഴാഴ്ചയാണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഇപ്പം എന്താ വിഷയം? അത് ഒരു 2 ലക്ഷം രൂപ ഈ കല്യാണത്തിന്റെ ചെലവിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്നോട് ശങ്കരമംഗലത്തെ പിതാവും പറഞ്ഞു, സാറിനെ ഒന്ന് വന്ന് കാണണം, സാറ് മിഡിൽ ഈസ്റ്റിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ആകെ UAE പോയത്. അന്നും ഇന്നും ഭൂമിയിൽ ഒരു മനുഷ്യരോട് ഒരു ആവശ്യം പറയുകയോ ഒരു ഷേവിംഗ് ബ്ലേഡ് വേണമെന്നൊരു മനുഷ്യനോട് നേരിട്ട് ചോദിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ ആരെങ്കിലും തന്നാൽ വാങ്ങിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് വസ്തുവകൾ വാങ്ങുകയില്ല, കൊണ്ടുവരാറില്ല, കൊണ്ടുവന്നിട്ടുമില്ല. നിങ്ങൾക്ക് വേണേ അന്വേഷിക്കാം. ആരെങ്കിലും സാമ്പത്തിക കൂട്ടായ്മ എന്തെങ്കിലും ഫെലോഷിപ്പ് തന്നാൽ അത് വാങ്ങും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞപ്പം ഞാൻ വിശ്വസിച്ചു. ഞാൻ ചിന്തിച്ചു, ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിക്കല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ അപ്രതീക്ഷിതമായി വന്നുകൊണ്ട് എൻ്റെ ഈ പൈസയൊന്നും അങ്ങനെ ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാൻ JC ദേവ് റാന്നി താമസിക്കുന്നുണ്ട്, ഇട്ടിയപ്പാറ താമസിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ അറിയാമെന്ന് ചോദിച്ചാൽ അറിയാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാം, ഞാൻ നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ദേവ് സാറിന്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ എൻവലപ്പ് ഏൽപ്പിച്ചേക്കാം, നിങ്ങളത് വാങ്ങിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എന്നോട് ഈ മനുഷ്യൻ പറയാണ്, അത് വേണ്ട സാറേ, ഇപ്പൊ കയ്യിലുള്ളത് ഇങ്ങനെ വെച്ചാണെന്ന് പറഞ്ഞു. ഇപ്പൊ കയ്യിൽ എൻ്റെ 1500 രൂപ അടുത്തേ ഉള്ളൂ. അത് പിന്നെ ഒരു 5000 റുപ്പീസെങ്കിലും കൊടുക്കാമെന്നാണ് ഞാൻ ചിന്തിച്ചത്. പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയല്ലേ. അപ്പോ ഞാന് ഇല്ല സാറേ, ഇതിങ്ങി തന്നാ മതി, അത് വേണ്ടെന്ന് പറഞ്ഞു. അവിടെ എനിക്കൊരു സംശയം ഉണ്ടായി. അതായത് ഒരു 5000 റുപ്പീസെങ്കിലും ഇദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ കൊടുക്കാമെന്നും അത് റാന്നിയിൽ ഇട്ടിയപ്പാറ പോയി ഞാൻ JC ദേവ് അവരുടെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഏൽപ്പിക്കാമെന്ന് അവിടുന്ന് അദ്ദേഹം വന്ന് വാങ്ങിച്ചാൽ മതി. ഇരുമ്പൂന്നിക്കരി എന്ന് പറയുന്ന സ്ഥലത്തായി ഉള്ളതായി ഇദ്ദേഹം ഞാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം അതൊക്കെ വളരെ അടുത്ത സ്ഥലങ്ങളാണ്. ഇരുമ്പൂന്നിക്കരി ഞാൻ പോയി ശുശ്രൂഷിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട, ഇപ്പൊ കയ്യിലുള്ളത് എന്താന്ന് വെച്ചാൽ അതിങ്ങ് തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ കൂടെ വന്ന ഈ വലിയ ഭയങ്കര രാജസ്ഥാൻ മാർബിൾ ബുക്കുന്ന പോലുള്ള വണ്ണമുള്ള ഒരുത്തനുണ്ട്. അവൻ ഇവന്റെ കണ്ണിൽ സൂക്ഷിച്ചു നോക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ഏതോ ഒരു താളപ്പിഴയുണ്ടെന്ന്. ഏതായാലും ഞാൻ എന്ത് ചെയ്തു, പറഞ്ഞു, നിങ്ങളുടെ ഫോൺ നമ്പർ ഇതാ,
ഞാൻ ഈ പണം അവിടെ എത്തിക്കാം. ഇപ്പൊ ഇതായിട്ട് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു 5,000 റുപ്പീസ് തരാം. നിങ്ങളത് ദേവസ്വം ഇത് വാങ്ങിച്ചോളൂ. ഞാൻ എൻവലപ്പ് ഞാൻ സീൽ ചെയ്ത് കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് നമ്പർ ചോദിച്ചപ്പോൾ ഇതേ ഒരു നമ്പർ എന്നെ കുറിച്ച് തന്നു. ഞാൻ എങ്ങനെ ചോദിച്ചാൽ അതിന് ശേഷം ഉച്ച കഴിഞ്ഞ് ഇവര് പോയ ശേഷം ഞാൻ റാന്നി പ്രദേശത്തുള്ള എനിക്ക് അറിയാവുന്ന ചില വേറൊരു വിഷയം കൊണ്ട് ചേത്തക്കൽ അസംബ്ലിയിലെ ഞങ്ങളുടെ ചർച്ചയിൽപ്പെട്ട ഒരു മൂപ്പനാണ് കൂടെയാണ് എന്നെ കാണണമെന്ന് പ്രത്യേകം. ഞാൻ അങ്ങനെ ഒരു മൂപ്പനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, പേരുകൊണ്ട് കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ ഒരു സ്ഥലം സഭയിലും പോയിട്ടുള്ള ആളുമല്ല. കേരളത്തിലെ മിക്കവാറും ഞങ്ങളുടെ സഭകളിലൊന്നും ഞാൻ ഞായറാഴ്ചയൊന്നും അങ്ങനെ പോകാറില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്നാര് അവരോട് ചോദിച്ചു അമേരിക്കയിൽ. അപ്പം അത് കഴിഞ്ഞ് അപ്പം ഇത് പറഞ്ഞു. തിരിച്ച് ഞാൻ പറഞ്ഞു വിട്ടു. തിരിച്ച് ചെന്ന് വിട്ട് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ ഇവരങ്ങ് ചെന്ന ശേഷം എനിക്കൊരു ഫോൺ കോൾ. ആ ഫോൺ കോൾ വളരെ വിചിത്രമായിരുന്നു. അപ്പോൾ എന്നോട് വിളിച്ചു, ടൈറ്റസ് ബ്രദർ അല്ലേ? ഞാൻ പറഞ്ഞു അതെ. പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? ഞാൻ പറഞ്ഞു ആരാ വിളിക്കുന്നത്? അത് ചേത്തക്കൽ അസംബ്ലിയിലെ മൂപ്പനാ ഇന്നാരാ. ഞാൻ ചേത്തക്കലെ സഭകളിൽ പോയിട്ടില്ല. എനിക്ക് അങ്ങനെ മൂപ്പനെ അറിയാനും വയ്യ, ഉണ്ടാവുമെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പൊ അടുത്ത ചോദ്യം, അമേരിക്കയിലും ഗൾഫിലും ഒക്കെ പോയിട്ട് വന്നപ്പോൾ പിന്നെ സഹോദരന്മാരെ ആരെയും അറിയത്തില്ലല്ലേ? ഞാനാണ് അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ശരി എടാ, അപ്പൊ എനിക്കൊരു വല്ലാത്ത ആദി. ഞങ്ങളുടെ തന്നെ സഭയപ്പെട്ട ഒരു മൂപ്പനാണല്ലോ ഇവരെ പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് വിട്ടത്. അവിടെ മുഴുവൻ ഞങ്ങളുടെ ഭയങ്കര കോടീശ്വരന്മാരായ സഹോദരന്മാർ ധാരാളം താമസിക്കുന്നുണ്ട്. അവര് പാവം പിടിച്ച സുവിശേഷനായിരുന്ന ഞാൻ UAE പോയിച്ച് 2-3 മാസം താമസിച്ച് ആരെങ്കിലും സഹോദരന്മാർ തന്ന ചെറിയ ഗിഫ്റ്റുമായിട്ട് വന്നാൽ അത് വീതം വെച്ചു കൊടുക്കാൻ എൻ്റെ ഉണ്ടോ? എനിക്ക് 2 കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, രോഗിയായിരുന്ന ഭാര്യയുണ്ട്, ജീവിതാവശ്യങ്ങളുണ്ട്, വേറെ ഒന്നുമില്ല. 10 സെന്റ് വരത്തിൽ വീടുകയുള്ളൂ. കരിവേപ്പില ഉൾപ്പെടെ ഞാൻ മുഴുവൻ കാശ് കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യണം അന്നും എന്നും. അപ്പൊ ഞാൻ ചിന്തിച്ചോടെ മൂപ്പനാണല്ലോ പറഞ്ഞു വിട്ടതാണ്, ഇത് വല്ലാത്തൊരു പിടിവായല്ലോ എന്ന് വെച്ചുകൊണ്ട് കൊണ്ടു കൊടുക്കാന്ന് വെച്ചുകൊണ്ട് ഞാൻ ഈ 5,000 റുപ്പീസ് എല്ലാം ഒരുക്കിയ ശേഷം എനിക്ക് 1-2 ബുദ്ധി തോന്നി. റാന്നി പ്രദേശത്ത് തന്നെയുള്ള ഞങ്ങളുടെ ചില സഹോദരന്മാരെ ഞാൻ വിളിച്ചിട്ട് അവരോട് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ ഒരാളിനെ അറിയാൻ വെച്ചാൽ അവർക്ക് ആർക്കും അറിയാൻ വയ്യ. സാക്ഷാൽ JC ദേവനെ ഞാൻ വിളിച്ചു, അദ്ദേഹത്തിനും അറിയാൻ വയ്യ. അപ്പൊ എനിക്കിതിന്റെ പുറകെ തട്ടിപ്പ് തോന്നി. ഇദ്ദേഹം തന്ന നമ്പറിൽ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇന്നയാളല്ല. അല്ല, പിന്നെ ആരാണ്? അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 8 വീട് ഇപ്പുറത്ത് മാറി താമസിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ ജോലി എന്നാ? എന്റെ ജോലി തടി ലോറിയിൽ കയറ്റുന്ന ഒരു ചുമട്ടുതൊഴിലാളിയായ സ്നേഹിതനാ എന്ന് പറഞ്ഞു. ഞാൻ ആരെ നമ്പർ തന്നു? ഞാൻ പറഞ്ഞു ഇങ്ങനെ ആളാണ്. ഞാൻ പറഞ്ഞു എന്താ വിഷയം? അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു മകളെ വിവാഹം കഴിക്കാനായിട്ടുണ്ട്, അതിനുവേണ്ടി ഇന്ന ഒരു ആവശ്യമുണ്ട്, എന്റെ വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇങ്ങൾക്ക് അങ്ങനെ ഒരു മകളുമില്ല, അവരെ വിവാഹം കഴിക്കാനുമില്ല, ഇന്നലെ വരെ ഞങ്ങൾക്ക് അങ്ങനെ കാര്യം അറിയാനും വയ്യാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് രണ്ടാമത് ഒരു കള്ളനെ കൂടെ എന്റെ കൈ കിട്ടി. അപ്പൊ നോക്കിക്കോണോ, ഇപ്പൊ ഒരുത്തനെ ഇങ്ങനെ വന്നു. അപ്പം ഇത് 2ാമത്തെ പാർട്ടിയാണ്. ഏതായാലും അതിലെനിക്ക് പണനഷ്ടം ഉണ്ടായില്ല. ഇനിയും മറ്റൊന്ന് കഴിഞ്ഞ 2 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ്. ഞാൻ മാവേലിക്കര IEM ബൈബിൾ കോളേജിൽ ക്ലാസ് എടുത്തിട്ട് ഉച്ചയ്ക്ക് ഫുഡും കഴിഞ്ഞ് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ കൊല്ലകടവ് പാലത്തിന്റെ തൊട്ടടുത്ത സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. എന്നെ ഒരാൾ വിളിച്ചു. സാറേ എന്നോട് വിശേഷം? ഞാൻ പറഞ്ഞു ക്ഷേമമായിട്ടിരിക്കുന്നു. സാറ് യാത്രയിലാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു യാത്രയിലാണ്, ഞാൻ IEM കോളേജിൽ ക്ലാസ് എടുത്തേക്ക് വരികയാണ്. അപ്പൊ എന്ന് പറഞ്ഞു ഞാൻ സാറേ എനിക്കൊരു വളരെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ എന്താ അത്യാവശ്യം? അപ്പൊ അടുത്ത ചോദ്യം, അത് നമ്മൾ നേരിട്ട് ഇന്ന് വരെയും കണ്ടിട്ടില്ല, ഫേസ്ബുക്ക് വഴി മാത്രമേ കണ്ടിട്ടുള്ളൂ. കണ്ടിട്ടുള്ള സാഹചര്യം ഞാൻ സാറിനോട് എങ്ങനെ പറയും? ഞാൻ പറഞ്ഞത് എന്തായാലും പറ. എനിക്കന്ന് കിന്നരിച്ച് വർത്താനം പറയുന്നത് ഇഷ്ടമല്ല, മറച്ചു വെച്ച് പറയുന്നത് ഇഷ്ടമല്ല, അസംറ്റീവായിട്ട് പറയുന്നത് ഇഷ്ടമല്ല. നേരെ സ്ട്രേറ്റ് ഫോർവേഡ്. ഞാൻ ഒരാളെ ഫോൺ ചെയ്താൽ ഞാൻ പറയും ഞാൻ ഇടയാറുള്ളത് സുവിശേഷൻ ES തോമസ് അല്ലെങ്കിൽ ടൈറ്റസ് ആണ് വിളിക്കുന്നത് പറഞ്ഞ് തുടങ്ങുകയുള്ളൂ. എന്നെ ഒരാൾ വിളിച്ചാലും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എനിക്ക് അല്ലാത്ത ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്യില്ല. കാര്യം ഇപ്പം ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും പേടിയാണ്. അപ്പൊ ഏതായാലും ഇദ്ദേഹം പറഞ്ഞു സാറേ അത് നമ്മൾ നേരിട്ട് അങ്ങനെ പരിചയമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാണ് ഇതിൽ സമ്മതിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു. അപ്പോ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഇല്ല, നിങ്ങൾ പറഞ്ഞാട്ടെ. അപ്പൊ ഇദ്ദേഹം എന്നോട് പറഞ്ഞു സാറേ എന്റെ ഒരു അടുത്ത സ്നേഹിതൻ എന്റെ ജീവിതത്തിന്റെ വലിയ വൈതരണയിൽ എന്നെ സഹായിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ കിഡ്നി സംബന്ധമായ ഒരു അസുഖമുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം ആശുപത്രിയിലാണ്. ഒരു 15,000 രൂപ എനിക്ക് സാറ് കൊണ്ടു തരണം, അദ്ദേഹത്തിന് ഒന്ന് സഹായിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു എന്റെ പൈസയില്ല, എന്റെ പൈസയില്ല. 15,000 രൂപ എന്ന് പറഞ്ഞാൽ 1-2 അങ്ങനെ സാധാരണ പൈസ കൊണ്ടുണ്ടാക്കാല്ലേ, അങ്ങനെ പൈസ ഇല്ലല്ലോ, പൈസയില്ല എന്ന് പറഞ്ഞു. അപ്പൊ വളരെ അത്യാവശ്യമാണ്, എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു?
ഞാന് ഈ വിഷയം ഒന്ന് രണ്ട് സഹോദരന്മാർ പറഞ്ഞു. ഒരു ആത്മാർത്ഥ വിഷയമല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതായതുകൊണ്ട് ആ രണ്ട് സഹോദരന്മാരും ഒരാൾ 10,000 രൂപയും ഒരാൾ 5,000 രൂപയും തന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ പൈസ ടൈറ്റസിന് തരാം, ടൈറ്റസിന് അദ്ദേഹം തിരിച്ചു തരുമ്പോൾ ഇങ്ങനെ തന്നേക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉറപ്പും കൊടുത്തു. ഞാൻ ഈ 15,000 രൂപ ഇദ്ദേഹത്തിന് ഉടൻ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അത് എന്നോട് വാങ്ങിച്ചത് 30 ദിവസത്തേക്കാണ്. 30 ദിവസം കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞു. 30 ദിവസം കഴിയുമ്പോൾ ഞാൻ വിളിച്ചു. വെളുപ്പിനെ 3:30 മണിക്ക് ഞാൻ സാധാരണ എഴുന്നേൽക്കും. ഞാൻ എഴുന്നേറ്റപ്പോൾ ഇയാൾ ലൈനിലുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് ചുമ്മാതെ വിളിച്ചു. ഞാൻ ചോദിച്ചു, പൈസ നാളെ തരുമല്ലേ? ഉടനെ ഇദ്ദേഹം വേറെ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് ആ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുക. നമ്മുടെ പൈസ നാളെ ശരിയാകില്ല മിക്കവാറും. ഉടനെ അവൾ ശരിയാകും. സാറേ നാളെ ഡെഫിനറ്റ്ലി പൈസ തന്നേക്കാം. ഇപ്പം 3 വർഷം കഴിഞ്ഞു. അയാൾ ആ പൈസയും കൊണ്ട് പോയി എന്നെ അങ്ങ് ബ്ലോക്കും ചെയ്തു. യാതൊരു ബന്ധവുമില്ല. അയാൾ ഒരു സഭാബന്ധമുള്ള വിശ്വാസിയാണെന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. പിന്നെ തിരുവനന്തപുരം ഭാഗത്ത് ഞാൻ പലരോടും അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇയാള് സാധാരണ പരിചയപ്പെടുന്ന ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്ന ആരോടും ആത്മഹത്യ ചെയ്യാൻ മാത്രമേ ഇനിയും നിർവാഹമുള്ളൂ, ഒരു നിർവാഹമില്ല, കൊണ്ട് സഹായിക്കണമെന്നുകൊണ്ട് ഇങ്ങനെ കാശ് വാങ്ങിക്കുന്ന ഒരു ചങ്ങാതിയാണെന്ന് ഞാൻ അറിയാൻ ഇടയായി തോന്നി. അത് കഴിഞ്ഞ് 4ാമത് എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായി. അത് ഞാൻ ഈ അടൂരിന്റെ അടുത്തൊരു സ്ഥലത്ത് ഒരു പരസ്യത്തിന് ഞാനും വൈഫും കൂടെ നിന്ന് പ്രസംഗിക്കുക. ഞങ്ങൾ 14 പോയിട്ട് തിരിച്ചു വരുന്നത് വഴിക്ക് ഒരു ചെറിയ ആൾക്കൂട്ടത്തെ കണ്ടു. എന്റെ വണ്ടിയെ മൈക്ക് എപ്പോഴും ഉണ്ടാവും. അത് അവിടെ നിർത്തി ഞാൻ പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിച്ച ആദ്യോടെ അന്ന് ഒരാൾ വന്ന് ഈ പ്രസംഗം കേൾക്കുന്നുണ്ടായിരുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അദ്ദേഹം പല കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. നിങ്ങളെങ്ങനെ മതപ്രചാരകരല്ലേ, ആളുകളെ മതത്തിൽ ചേർക്കാനല്ലയോ നടക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആരും മതപ്രചാരകരോ മതത്തിൽ ആളുകളെ ചേർക്കുന്നവരോ അല്ല, മതത്തിൽ ചേർക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് എന്ത് എന്നൊക്കെ ചോദിച്ചു. കുറെ ക്വസ്റ്റ്യൻ വെച്ച് ഇദ്ദേഹം പറഞ്ഞു എന്റെ നമ്പർ കൊടുക്കണം പറഞ്ഞു. എന്റെ വൈഫ് പറഞ്ഞു കൊടുക്കണ്ട, പക്ഷെ ഞാൻ കൊടുത്തു. നമ്പർ കൊടുത്ത ശേഷം ഇദ്ദേഹം പല പ്രാവശ്യം എന്നെ വിളിച്ച് ഹരാസ് ചെയ്യാൻ തുടങ്ങി. ഹരാസ് ചെയ്ത് ഞാൻ വേറൊരു വഴി കൂടെ ആ കാര്യം അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെടുത്തി. ഇദ്ദേഹം അതിൽ ഏറ്റവും വലിയ വിഷയം ഇങ്ങനെ ഹരാസ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം മെയ് മാസം 24-ാം തീയതി എന്റെ സർജറി. ഞാൻ സർജറി കഴിഞ്ഞ് പോസ്റ്റ് സർജിക്കൽ വാളുന്ന റൂമിലേക്ക് എന്നെ കൊണ്ടുവന്ന് കിടത്തിയ ഉടനെ ഇയാൾ വിളിച്ചേക്കുന്നു. ഇയാള് ഏതോ ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആന്റി ക്രിസ്ത്യൻ പാർട്ടിയുടെ ഒരു സെക്രട്ടറിയാണ്. അപ്പൊ അതുകൊണ്ട് കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. ഏതായാലും ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ഒരു നല്ല മറുപടി എന്റെ ഒരു സ്നേഹിതൻ മുഖാന്തരമായി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വേറൊരു വേഷം ഇട്ടു, ചെന്നായി ആട്ടിൻകുട്ടി വേഷം ഇട്ട പോലെ അദ്ദേഹം ഒരു വേദപുസ്തകം വായിച്ചെന്നും വായിച്ച ശേഷം അദ്ദേഹത്തിന് ഞാൻ പ്രസംഗിച്ച സുവിശേഷം അദ്ദേഹത്തിൽ വളരെ പ്രവർത്തിച്ചെന്നും അദ്ദേഹത്തിനൊരു രൂപാന്തരം ഉണ്ടായെന്നും അദ്ദേഹം എന്നെ ഒറ്റയ്ക്കൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം നാട് വിട്ട് അവിടുന്ന് പോവുകയാണ്. അതുകൊണ്ട് അതിനു മുമ്പ് എന്നെ ഒറ്റയ്ക്കൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹം വളരെ സ്നേഹ താല്പര്യത്തോടെ എൻ്റെ അടുത്ത് വരികയും പിന്നെ അദ്ദേഹത്തിന് വളരെ അത്യാവശ്യമായിട്ട് അല്പം പൈസ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഇദ്ദേഹം ഒന്ന് ചായ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എനിക്കതിനകത്തെ അപകടം നന്നായി മനസ്സിലായി. കാര്യം ഞാൻ രക്ഷിക്കപ്പെട്ടു ദൈവത്തിലാണ്. അപ്പൊ എന്നെ ഒരാൾ കുരുക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. അപ്പൊ അത് ഞാൻ എന്ത് ചെയ്തു, വളരെ ബുദ്ധിപരമായി തന്നെ ആ വിഷയം കൈകാര്യം ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ആത്മീയ ലോകത്താണ്. ഇന്നും കോട്ടയത്ത് ഒരു പാസ്റ്റർ ആയി ഇരുന്ന ഒരുവനെ മണർകാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പണം വാങ്ങിച്ച് തട്ടിപ്പടത്തുന്ന ഒരു പാസ്റ്റർ. ഇപ്പൊ നമ്മളൊക്കെ പറ്റുന്ന ചോദിച്ചാൽ ഇപ്പോൾ ജോൺസൺ കുമ്മനാട് ഇന്നെ കൂടെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞതാ. അതേ ഇപ്പൊ എന്ന് പറഞ്ഞു ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട്, തനിക്ക് അത്യാവശ്യമായിട്ട് ഏതോ സ്ഥലത്ത് പോകേണ്ടതുണ്ട്, വാച്ച് ചെയ്യണം. ഇപ്പൊ അദ്ദേഹം വാച്ച് ചെയ്യുന്നുണ്ട്, ലൈനിൽ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദൈവമക്കളായതുകൊണ്ടും മനസ്സലിവുള്ളവരായതുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാളൊരു ബുദ്ധിമുട്ട് തോന്നിയാൽ നമ്മൾ അതിനെ സഹായിക്കാൻ എപ്പോഴും നമ്മൾ ഉത്സാഹമുള്ളവരായതുകൊണ്ടും നമ്മൾ ഇങ്ങനെയുള്ള ചതിവിലൊക്കെ വന്ന് അകപ്പെടാറുണ്ട്. ഇന്നലെ ജോൺസൺ കുമ്മനാടിനെ വിളിച്ച് ഈ ആൻഡമാൻസ് നിക്കോബാറിലെ ജോലിക്ക് വേണ്ടി പോകുന്നു പറഞ്ഞ അതേ കക്ഷി എന്നെ 2 പ്രാവശ്യം വിളിച്ചു. 6 മാസം വിളിച്ച 6 മാസം മുമ്പ് അന്നത്തെ ചെന്നൈ മെയിൽ ഇദ്ദേഹം ചെന്നൈക്ക് പോകാന്ന് പറഞ്ഞാണ് എന്നോട് വണ്ടിക്കൂലിക്ക് കാശ് ചോദിച്ചത്. അതേ ഡയലോഗ് കഴിഞ്ഞ മാസം ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇതേ ഡയലോഗ്. അപ്പൊ ഞാൻ ചോദിച്ചു, താങ്കൾ പോയില്ലേ? 6 മാസം ഇത് പറഞ്ഞല്ലോ. അത് സാറേ അവിടെ ചില പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് അത് താമസിച്ചു. എന്നാൽ ഇന്ന് ഞാൻ പോവുകയാണ്. എനിക്ക് മനസ്സിലായി ഇത് ശരിയല്ലെന്ന്. അപ്പൊ ഇങ്ങനെ ഈ സുവിശേഷ ലോകത്ത് ആത്മീയരുടെ വേഷം കെട്ടി രക്ഷിക്കപ്പെട്ടത്, അപ്പൊ ഒരാൾ രക്ഷിക്കപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസിയാണ്, തനിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്കൊരു മനസ്സലിവ് തോന്നും. എനിക്ക് ഒരുപാട് ചതിവ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ചതിവ് ബോധപൂർവം സംഭവിക്കുകയും നഷ്ടമുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. നമുക്കുണ്ടായിട്ടല്ല,
ഞാൻ ഇന്നും വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. ആരുടെയും മുമ്പാകെ ഇന്ന് വരെയും കൈനീട്ടിട്ടില്ല, കൈനീട്ടാൻ ആഗ്രഹിക്കുന്നുമില്ല, കടം ചോദിച്ചില്ല. ഈ ഒരു മനുഷ്യനോട് ഈ ഭൂമിയിൽ ഈ 46 വർഷക്കാലത്തെ സുവിശേഷ വിലയിൽ 1 രൂപ പോലും ഞാൻ ആരോട് കടം ചോദിച്ചിട്ടില്ല, കടം വാങ്ങിയിട്ടുമില്ല. ഇല്ലെങ്കിൽ എന്റെ ഉള്ളതിൽ ഞാൻ സമൃദ്ധിയായി ജീവിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വെറും പച്ചരിച്ചോറും ഈ ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ല നന്മയും കൂട്ടി കഴിക്കുന്ന സംതൃപ്തിയിൽ ആഹാരം കഴിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ കിടന്നുറങ്ങും. ഞങ്ങൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. പക്ഷേ പല ആളുകളോടും അവരുടെ ബുദ്ധിമുട്ടുകളിൽ മനസ്സലിവ് കാണിക്കുന്നു. എന്നാൽ ഇത് മുതലെടുക്കുന്ന ഒരു ഭാഗം ആളുകൾ ആത്മീയതയുടെ ചട്ടയിട്ടുകൊണ്ട് അകത്ത് അസൽ പിശാചുക്കളായി ഏർപ്പെടുന്ന ആളുകളുണ്ട് എന്നുള്ളത് ദൈവമക്കളായി നാം എന്ത് ചെയ്യണം? അവരെ അറിഞ്ഞിരിക്കണം. യോഹന്നാൻ പറഞ്ഞ പോലെ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിനുള്ളതോ എന്ന് ശോധന ചെയ്യുവിൻ എന്ന് പറയുന്നത് പോലെ നമ്മളെ സമീപിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ യഥാർത്ഥ വിശ്വാസം. ഇപ്പൊ എന്നെ വിളിച്ച ഈ പുള്ളി എന്നോട് പറഞ്ഞത് അദ്ദേഹം യാക്കോബക്കാരൻ ഓർത്തഡോക്സുകാരനാണ്, വീട്ടിൽ ആരുമില്ല, ഉള്ളത് പേരപ്പനോട് താമസിക്കുന്നത്, വളരെ എതിർപ്പുണ്ട്, അതുകൊണ്ട് പുറത്തൊന്നും ഒരു വിശ്വാസിയുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നില്ല എന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, കൊല്ലം കുണ്ടറ ഭാഗങ്ങളിലൊക്കെ എനിക്കറിയാവുന്ന ഒരുപാട് പാസ്റ്റേഴ്സ് ഉണ്ട്, ദേവദാസന്മാരുണ്ട്. ഞാനൊരു മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെന്ന് കാണുകയോ അല്ലെങ്കിൽ അവർ വേണ്ടുന്ന പ്രോത്സാഹനം തരുകയോ ചെയ്യും. ഇപ്പൊ അതൊന്നും വേണ്ട കാര്യം, അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ആളുകൾ അനുകൂലമല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വളരെ പതിഞ്ഞും പാത്തുമാണ് വിശ്വാസം നിലനിൽക്കുന്നതെന്നൊക്കെ പറയും. നമ്മളത് വിശ്വസിച്ചു പോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ലൊരു പങ്ക് ആളുകളും ഇതുപോലുള്ള വേഷം കെട്ടലിൽ കൂടി നിരപരാധികളെ മറിച്ച് പണമുണ്ടാക്കുവാനും സമൃദ്ധിയായി ജീവിക്കാനും ആഗ്രഹിക്കുന്ന കുബുദ്ധികളായ പല ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. ഇത്തരം ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിക്കുകയോ നമ്മളോട് ഇത് എന്നെ വിളിച്ച് പറഞ്ഞറിയാമോ, ഞാൻ സാറിനെ മുമ്പ് ഇങ്ങനെ എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ സാറിനോട് വിളിച്ച് പറഞ്ഞിരുന്നു, പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. സാറ് പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയാം. എന്നെ അങ്ങനെ ആള് പ്രാർത്ഥിക്കാൻ ജോലിക്ക് വേണ്ടി പറഞ്ഞ് വിളിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ടില്ല, എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു എനിക്ക് അങ്ങനെ ആളിനെ അറിയാൻ വയ്യാലോ. അപ്പോൾ അറിയാം, സാറിന് പല ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ സാറിനെ വിളിക്കുകയും പറഞ്ഞിട്ട് സാറ് വിട്ടുപോയതായിരിക്കാം. ഞാൻ സാറിനെ വിളിച്ചപ്പോൾ എന്നെ വിശ്വസിപ്പിക്കാൻ, അപ്പോൾ സാറ് യാത്രയിലായിരുന്നു, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആളിനെ എന്റെ ജീവിതത്തിൽ ഓർക്കുന്നില്ല. മറ്റൊരു വിശേഷം കൂടെ ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ 46 വർഷമായി 1978 ആഗസ്റ്റ് മാസം 16-ാം തീയതി ബുധനാഴ്ച രാവിലെ 11 മണിക്ക് സുവിശേഷ വേലയ്ക്ക് വേർതിരിഞ്ഞ ദിവസം മുതൽ ഈ കഴിഞ്ഞ 4 ഡെക്കേഡുകളിലെ ഡെയിലി ഡയറി എഴുതുന്ന ഒരാളെ ഞാൻ. ആ ഡെയിലി ഡയറി എഴുതുമ്പോൾ ഇന്നത്തെ പകൽക്കാലം എന്തെല്ലാം കാര്യങ്ങൾ ആരൊക്കെ എന്നെ വിളിച്ചു, ആരുമൊക്കെയാണ് ഞാൻ സംസാരിച്ചു, അത്യാവശ്യമായി സംസാരിച്ച വിഷയം എന്തൊക്കെയാണ്, ഇതെല്ലാം ഞാൻ ഈ ദിനവൃത്താന്തങ്ങൾ പോലെ ഈ ഡയറിക്കകത്ത് എഴുതും. ഞാൻ ഡയറിയുടെ ആളുകൾ പുറകോട്ട് മറിച്ച് നോക്കി, ഇനി എനിക്ക് അബദ്ധം പറ്റിയാണോ, എന്നെ അങ്ങനെ ആൾ വിളിച്ചിട്ടില്ല, അങ്ങനെ ആളിനെ എനിക്ക് അറിയാൻ വയ്യ, ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല. അപ്പോൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസന്മാരെ നേരെ അവരെ വകഞ്ഞിട്ട് നന്നായി മനസ്സിലാക്കിയ ശേഷം ഇവരെ എങ്ങനെ വശീകരിക്കാം, എങ്ങനെ ഇവരിൽ നിന്ന് പൈസ തടിച്ചെടുക്കാം എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരുപറ്റം തസ്കര കൂട്ടമുണ്ട്. വാസ്തവത്തില് നമ്മൾ വല്ലാത്തൊരു കാലത്താണ് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് വാസ്തവത്തിൽ ജനുവനായിട്ടുള്ള ഒരാളുടെ ഒരാവശ്യത്തിന്മേൽ നമ്മൾ മനസ്സറിഞ്ഞ് എന്തെങ്കിലും ഇല്ലായ്മയിൽ നിന്ന് ചെയ്യുന്ന പോലെ അല്ല ഇതുപോലുള്ള ചതിയൻ സംഘത്തിൽ ചെന്ന് അകപ്പെടുന്നത്. വിശ്വാസികളായ നാം ജാഗ്രത പാലിക്കണം. നമ്മളെ സമീപിക്കുന്ന ആളുകൾ അത് തന്നെയല്ല, ഇപ്പൊ ജോൺസൺ അവിടെ പ്ലേ ചെയ്ത ഒരു ടോക്ക്, അദ്ദേഹം വേറെ ഇദ്ദേഹം ജോൺസൺ അദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ വേണ്ടി ഇടപാട് ചെയ്ത് ഇദ്ദേഹത്തോട് ചോദിച്ചിട്ട് അദ്ദേഹം പണം കൊടുക്കാൻ വേണ്ടി ഇടപാട് ചെയ്ത്, കാര്യം ചെന്നൈക്ക് പോകണ്ടേ, ഇടപാട് ചെയ്ത് ആളിനോട് നേരെ പ്ലേറ്റ് തിരിച്ചു വെച്ചിട്ട് അദ്ദേഹത്തെ പെന്തക്കോസ്റ്റിൽ ചേർക്കാൻ വേണ്ടി പല പ്രാവശ്യം വിളിച്ച് ശല്യപ്പെടുന്ന ജോൺസൺ ഇന്ന് വരെ അങ്ങനെ ജീവിയെ കണ്ടിട്ടില്ല, ഒരിക്കൽ പോലും കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ട് തന്നെയല്ല, ഞങ്ങൾ ആരും ഭൂമിയിൽ ഒരു മനുഷ്യനോട് പോലും നിങ്ങൾ ഞങ്ങളുടെ മഹത്തിൽ ചേർന്നെന്ന് പറയുന്നവരോ ഞങ്ങളുടെ സഭയിൽ ചേർന്നെന്ന് പറയുന്നവരോ അല്ലെ ഞങ്ങളുടെ പിന്നാലെ വരുന്നത് പറയുന്നവരോ അല്ല. ഞങ്ങളുടെ ജോലി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. ദൈവവചനം കേട്ട് വിശ്വസിക്കുന്ന ഏതെങ്കിലും ആളുകൾ ഞങ്ങളുടെ കൂടെ ദൈവത്തെ ആരാധിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അവരെ ഞങ്ങളുടെ വരുന്നതിൽ ഞങ്ങൾ സന്തോഷമുള്ളൂ. പക്ഷെ ഞങ്ങൾ അവരെ നിർബന്ധിക്കുകയോ അവരെ മതപരിവർത്തനം ചെയ്യുകയോ അതിനായി പ്രോത്സാഹിപ്പിക്കുകയോ അങ്ങനെ യാതൊരു വിധമായ പ്രശ്നങ്ങൾക്കും ഞങ്ങൾ ചെയ്യുന്ന വയ്യാവലിൽ ചാടുന്ന ആളുകളെ അല്ല. എന്ന് മാത്രമല്ല, ഒരുവൻ ഞങ്ങളുടെ കൂടെ അങ്ങനെ വരാൻ താല്പര്യം പറഞ്ഞാൽ പോലും ഞങ്ങൾ അതിനെ വളരെ വളരെ സൂക്ഷിച്ച് മാത്രമേ പ്രോത്സാഹിപ്പിക്കാറുള്ളൂ. കാരണം അദ്ദേഹം ആ നിലയിൽ ആത്മാർത്ഥമായി വരുന്നതാണോ അതോ ചതിക്കുഴി ചാടിക്കാൻ വരുന്ന ആളാണോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ഒന്നും ജോലി മതപരിവർത്തനമോ മതപരിവർത്തന സന്ദേശങ്ങൾ പറയുകയൊന്നുമില്ല. മതം പരിവർത്തനപ്പെടുത്തിയവിടെ എന്ത് കാര്യം സാധിക്കാനാണ്?
ഞങ്ങൾ സുവിശേഷത്തിന്റെ പ്രഭാഷകരാണ്. അത് ഞങ്ങൾ പൊതുലോകത്തോടാണ് പറയുന്നത്. ഞാൻ കവലകൾ തോറും പ്രസംഗിക്കുന്ന ഒരു ദേവദാസൻ കൂടിയാണ്. അപ്പൊ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിനോട് ഇടർച്ചയുള്ള ആളുകളുണ്ട്, കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്, കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ട്, ഞങ്ങളോട് ഇനി ഈ വഴി കൂടെ വരണമെന്ന് പറയുന്ന ആൾക്കാരും ചുരുക്കമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറയുന്നത്, രാഷ്ട്രീയക്കാരെ പ്രസംഗിച്ചാൽ നിങ്ങൾ കേൾക്കാറില്ലേ? നിങ്ങൾക്ക് അസ്വസ്ഥയൊന്നുമില്ലല്ലോ. എല്ലാ ഗ്രൂപ്പുകാരും പ്രസംഗിക്കും, BJP-ക്കാരും ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും പ്രസംഗിക്കുന്നു, ഒരു പ്രശ്നമില്ല. ഞങ്ങളും സുവിശേഷം പ്രസംഗിക്കുന്നു. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക. നിങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾ തന്നെ ഇല്ലാതാക്കുന്നു. അതുപോലെ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ നിത്യത നിങ്ങൾക്ക് ഉറപ്പാക്കുന്നു. ഞങ്ങൾക്ക് അതിലെന്ത് ഛേദം? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവമക്കളായ ആളുകൾ നമ്മളെ പല വേഷഭൂഷാദിയിൽ കൂടി ആളുകൾ സമീപിക്കും. പക്ഷെ ആത്മാക്കൾ ഏതാണെന്ന് നമ്മൾ ചോദന ചെയ്യണം. എനിക്കും ജോൺസണും ഒക്കെ പറ്റിയുള്ള അബദ്ധങ്ങൾ ഒരു പക്ഷെങ്കിൽ നാളെയുടെ നാളുകളിൽ നിങ്ങൾക്കും ഉണ്ടാവാൻ ഉള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ഈ കക്ഷി തന്നെ ചിലപ്പോൾ നിങ്ങളെ വിളിച്ചേക്കാം. എത്ര ആസ്വാദികരവും വിശ്വാസനീയമായ നിലയിലാണ് ഈ കഥ പറയുന്നത് അറിയാമോ? അപ്പൊ ഞാൻ ഇന്ന് ജോൺസൺ ഇത് ലൈനിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കക്ഷി എന്നെയും വിളിച്ചു, 2 പ്രാവശ്യം വിളിച്ചു. എന്നെ വിശ്വസിപ്പിക്കുക. എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരാളുടെ ജോലിക്ക് വേണ്ടി എന്നോട് പറയുകയോ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല. കാര്യം എന്നോട് അങ്ങനെ ആൾ വിളിച്ചിട്ടില്ല, എന്നോട് ആൾ പറഞ്ഞിട്ടില്ല. പല വേഷങ്ങളും പല നാടകങ്ങളും അഭിനയിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് അറിയാവുന്നൊരു സ്നേഹിതനുണ്ടായിരുന്നു. രാവിലെ മുതൽ സന്ധ്യ വരെ മദ്യമാണ്. മദ്യത്തിനകത്ത് ചാരായ കടയിൽ നിന്ന് ഇറങ്ങാൻ അദ്ദേഹത്തിന് സമയമില്ല. കണ്ടാൽ സുമുഖനാണ്, നല്ലൊരു കുടുംബത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജോലി രാവിലെ മലയാള മനോരമ പത്രം എടുക്കും. എടുത്ത ശേഷം അമേരിക്കയിൽ നിന്നോ ഗൾഫിൽ നിന്നുള്ള ഏതെങ്കിലും ആളുകളുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ്, മരണത്തിനടിയിലെ മക്കൾ ഇന്നെടുത്തെന്നറിയാമല്ലോ, മരിച്ചെന്നറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്നൊരു വസ്ത്രാലയത്തിൽ രാവിലെ ചെല്ലും. അദ്ദേഹം ആ ദേശവാസി തന്നെയാണ്. കവലയിലൊരു ഉപ്പൂട്ട മണ്ടയ്ക്കാണ് അദ്ദേഹം കിടന്ന് ഉറങ്ങുന്നത്, വീട്ടിൽ പോകാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം അവിടെ ചെല്ലും, ഒരു നല്ല ജുബയും നല്ല ഒരു മുണ്ടും വാങ്ങും, ക്ലീൻ ഷേവ് ചെയ്ത് നല്ല സുന്ദനാണ്. ഇതേ ഒരു വേദപുസ്തകം കഷ്ടമെടുത്ത് വെച്ചുകൊണ്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വീട് അന്വേഷിച്ച് അവിടെ ചെല്ലും. അവിടെ ചെന്ന് ഈ ശവത്തിന്റെ മുമ്പാകെ ഇരുന്ന് ഏങ്ങനെ അടിച്ച് നിലവിളിക്കും. അപ്പൊ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും വന്ന് ഈ ശവത്തിന് മുമ്പാകെ ഇരിക്കുകയാണ്. ഏങ്ങനെ അവർക്ക് ആർക്കും ഇദ്ദേഹത്തെ അറിയാനും വയ്യ. എന്റെ അപ്പച്ച പോയല്ലോ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. നിലവിളിച്ച ശേഷം ഈ ഇടയ്ക്കിടയ്ക്ക് പറയും, ഇളയ മോനും 2ാമത്തെ മോനും നവംബർ മാസത്തിലും ഡിസംബറിലുമായി വരും, അന്ന് എന്റെ വീടിന്റെ പണിക്ക് ആവശ്യമായ പൈസ തരാം, ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ആരോട് പറയണം എന്ന് പറയണം നിലവിളിക്കുന്നു. ഇവൻ അവിടെ നിൽക്കും, ഈ ശവസംസ്കാരത്തിന് ശവക്കൊട്ട ചെല്ലും, കടയും വീട്ടിൽ വരും. അവിടുന്ന് ഒരു നല്ല ഗിഫ്റ്റുമായി വരും. രാവിലെ വന്ന് ജൗളിക്കടയിൽ വാങ്ങി തുണി വാങ്ങിച്ച സ്ഥലത്ത് കൊണ്ടുപോയി പൈസ കൊടുക്കും. ബാക്കി പൈസ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ ഉപ്പൂട്ടിയെ കിടക്കും. ഈ ഉപ്പൂട്ടിയെ കിടന്ന ശേഷം എന്നറിയാമോ, കുറെ പേര് കൂടെ നിൽക്കുന്ന ആളിലും വരുന്നവരെടുത്തും അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അതുപോലെ തന്നെ പിന്നെ അല്ലെങ്കിൽ ഇത് പിറ്റേ ദിവസം രാവിലെ ഇത് തന്നെ പണി. ഈ പുള്ളി നമ്മുടെ ഈ കുമ്മനാട് പ്രദേശത്തുള്ള ഒരു പിതാവിനോട് ചെന്ന ക്യാൻസർ രോഗത്തിനാണെന്നും പറഞ്ഞുകൊണ്ട് കാശ് മാറ്റി അദ്ദേഹം കൊടുത്ത ശേഷം പറഞ്ഞു, എനിക്ക് വീടില്ല, വീടിന് സഹായം. ഞാൻ പറഞ്ഞു, മക്കൾ വരുന്നുണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന്, ഞാൻ പറയാം, നിനക്ക് വരുമ്പോൾ അടുത്ത പ്രാവശ്യം നീ വരണം, ഞാൻ അറിയിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പച്ചൻ അവിടുന്ന് കുമ്മനാട്ടിൽ നിന്ന് റാന്നിക്ക് പോകുന്ന വഴിക്ക് കാനെ കിടക്കുന്ന ഒരു ദിവസം മൂക്കുമുട്ട ചാര അടിച്ചിട്ട. അപ്പൊ നേരെ 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. അപ്പൻ ചോദിച്ചു, നിനക്ക് ഇനി നയ പൈസ ഞാൻ തരികയില്ല. എന്താ കാര്യം? നീ ചാരായം കുടിക്കുന്നതാണ് ഞാൻ കണ്ടു. അപ്പൊ അവൻ പറഞ്ഞ വർത്താനം ശ്രദ്ധിക്കണം. അപ്പച്ചൻ അങ്ങനെ കണ്ടു. കണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് കഴിച്ചു. ഞാൻ അപ്പച്ചനോട് കള്ളം പറയുന്നില്ല, ഞാൻ കഴിച്ചു. എന്താണെന്നറിയാമോ? ഒരാളിനോട് പറഞ്ഞു, നിന്റെ ഈ വേദന ക്യാൻസർ രോഗമാ, വേദന, അവന് ക്യാൻസർ ജീവിതത്തിൽ വന്നിട്ടില്ല, ഈ വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഒരു അല്പം ചാരായം കുടിച്ചാൽ നിന്റെ വേദന ശമിക്കുമെങ്കിൽ അത് കഴിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ സാറേ, എന്റെ അപ്പച്ചാന്റെ വേദന സഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിച്ചതാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അന്നും അവൻ ശേലം കാശ് മാറ്റിക്കൊണ്ടാ പോയത്. അവസാനം അവൻ വഴിയിൽ തന്നെ കിടന്ന് ചത്തു. എനിക്ക് ആളിനെ അറിയാം, ചത്ത സ്ഥലം അറിയാം, ചത്ത് വഴി കിടന്നറിയാം. പിന്നെ അവന്റെ ആൾക്കാർ കൊണ്ട് കുഴിച്ചിടുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കളങ്കങ്ങൾ, മനസ്സിലായോ, വാസ്തവത്തിൽ ചെയ്യുന്ന ആളുകൾ ഇന്ന് സാധാരണയായി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരിട്ട് അറിയാൻ വയ്യാത്തവരും നമുക്ക് വ്യക്തിപരമായി ബോധ്യമല്ലാത്തവരും ഒരു പക്ഷെങ്കിൽ നമ്മെ കുടുക്കിലകപ്പെടുത്തും എന്ന് നമുക്ക് അറിയാതെ നിഷ്കളങ്ക മനസ്സോടെ നാം മുമ്പോട്ട് സഹായിപ്പാൻ മുമ്പോട്ടിറങ്ങുന്നതുമായ ആളുകൾ മുഖാന്തരമായിരിക്കാൻ നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. വിശ്വാസികൾ ജാഗ്രതരായിരിക്കുക. ഇങ്ങനെയുള്ള യാതൊരു ചതിയിലും അകപ്പെടാതിരിക്കാൻ ആത്മാക്കളെ എന്ത് ചെയ്യണം? വിവേചിക്കാൻ സാധിക്കണം. വിവേചിക്കാനുള്ള കഴിവ് എന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. നന്നായി വേസ്റ്റ്. ഞാൻ ഇപ്പോൾ ഒരു മനുഷ്യനെ എൻ്റെ അടുത്ത് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. പല പ്രാവശ്യം വിശ്വാസത്തിന്റെ വേല ചെയ്യുന്ന എൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ വാങ്ങിച്ചിട്ട് എന്നെ ചതിച്ച പല ആളുകളുണ്ട്. പക്ഷെ ഇവന്റെ ചതി ഞാൻ വീണില്ല. കാര്യം എനിക്കത് നന്നായി മനസ്സിലായി. അവന്റെ ഫോൺ കോൾ കൊണ്ട് തന്നെ അത് മനസ്സിലായി. നിങ്ങളെയും ഒരു പക്ഷെങ്കിൽ നാളെയുടെ നാളുകളിൽ ഇദ്ദേഹത്തെ പോലെയുള്ള ആൾമാറാട്ട് നടത്തുന്ന ആളുകളോ വിളിക്കാനോ ചതിക്കാനോ അല്ലെങ്കിൽ വശീകരിക്കാനോ ഒക്കെയുള്ള സാധ്യത മുമ്പിൽ കണ്ടുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഈ പ്രസ്താവന ഇവിടെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവ് നിങ്ങൾക്കും എനിക്കും ഇങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയുവാൻ പ്രത്യേകമായ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് മഹത്വമുണ്ടാകുമാറാകട്ടെ.